മുഖലക്ഷണം പറയാം, കള്ളം പറയില്ല, കള്ളം പറഞ്ഞ് ശീലമില്ല. ഒരു പച്ച പരമാർത്ഥം പറയട്ടെ, ചേച്ചി നെട്ടരുത്. 8-10 വർഷങ്ങളായി ചേച്ചിയുടെ കൂടെ താമസിച്ചിരുന്ന കെട്ടിയോൻ ചേച്ചി ഉപേക്ഷിച്ച് മറ്റൊരുത്തിയുടെ കൂടെ പോയി പൊറുതി തുടങ്ങിയില്ലേ? വരാം, ശ്രീപത്മനാഭന്റെ തിരുമുമ്പിൽ നിന്നാണ്. വന്നാട്ടെ. മുഖലക്ഷണത്തിൽ കള്ളമില്ല ചേച്ചി, കാപട്യമില്ല, കപടമില്ല. ചേച്ചി അങ്ങോട്ട് ഇരുന്നാട്ടെ. ആ കൈയും കൂടി നീട്ടിയാട്ടെ ചേച്ചി. വിഷമിക്കണ്ട ചേച്ചി, വിഷമിക്കണ്ട. എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്തതായി ഒന്നും ഈ ലോകത്തില്ല. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഐശ്വര്യമായിട്ടൊരു ദക്ഷിണ വെച്ചാട്ടെ. 2 ഉലുവ. നിങ്ങളുടെ ഈ പിശുക്കാണ് ചേച്ചി നിങ്ങളുടെ ജീവിതം കശക്കി എറിഞ്ഞത്. ചുമ്മാതല്ല കെട്ടിയോനൊരു പിശകിന്റെ കൂടെ പോയത്. ഇത് ദക്ഷിണയല്ലേ, ഫീസ് വേറെ തരാം. ഇത് വെറും ഒരു ടോക്കൺ. അങ്ങനെ വാരി കോരി കൊടുക്കുന്ന സ്വഭാവക്കാരിയാ ചേച്ചി. ആരുടെയും വിഷമം കാണാൻ കഴിയാത്തവളാ ചേച്ചി. ആരെന്ത് ചോദിച്ചാലും കയ്യിലുള്ളതെല്ലാം കൊടുക്കുന്നവളാ ചേച്ചി. സ്വന്തം ഭർത്താവിനെ ഇവരെടുത്ത് കൊടുത്തില്ലേ? തങ്കമാന മനസ്സാണ്, തങ്കമാന ഹൃദയമാണ്, തങ്കമാന സ്വഭാവക്കാരിയല്ലേ ചേച്ചി. ആ കൈ ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ആരെയും കാണാനില്ലല്ലോ. പാഞ്ചാലിയുടെ കൈയാണ് കേട്ടാ ചേച്ചി. ഭർത്താക്കന്മാരും 3 മക്കളും 3. അതെ. മൂത്ത മകന്റെ അച്ഛൻ കറുത്ത് തടിച്ചൊരു ചേട്ടൻ. നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കടല് കടന്ന് പേർഷ്യക്ക് പോയി. പോയോ? രണ്ടാമത്തേതിൽ ഒരു മകളാണ്. അവിടെ അച്ഛനെ പോലെ തന്നെ വെളുത്തൊരു സുന്ദരി. കല്യാണപ്രായമായപ്പോ അവിടെ അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഒരു പട്ടിപിടുത്തക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയേ. എന്ത് ചെയ്യാ? പോയേ. മൂന്നാമത്തേതിൽ ഒരു മകൻ. അവന്റെ അച്ഛന്റെ തൽസ്വരൂപം. ശരിയാ. അമ്മയുടെ വിഷമങ്ങൾ കണ്ട് വീർപ്പുമുട്ടി ജീവിതത്തിന്റെ 3/4 ഭാഗവും കള്ളിഷാപ്പിന്റെ ക്യൂവിൽ നിന്ന് തളർന്ന കാലുകളുമായി വേദനകളെല്ലാം മറന്ന് ജീവിക്കുകയാണേ. സത്യം കേട്ടോ. എന്റെ ശ്രീപത്മനാഭ, എന്റെ ചേച്ചിക്ക് ഇനിയും കിട്ടും ചേച്ചി. ചേട്ടന്മാരെ ഞാനാ പറയുന്നത്. എന്റെ ശ്രീപത്മനാഭൻ പറഞ്ഞതൊക്കെ മതി. ചില നിമിത്ത ശാസ്ത്രങ്ങളാൽ അമ്മ വന്നാ പിന്നെ ഞാൻ ഫലം പറയാറില്ല. ചേച്ചി ഇന്ന് പോയിട്ട് വരും. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ചെല്ല് ചേച്ചി, ചെല്ലു. എത്ര കാശടിയാ വാങ്ങിച്ചത്? ജീവിക്കാനൊക്കെ. ശരി. കണ്ടോ ന്യൂസ് തന്നതിന്റെ കമ്മീഷൻ. എടേ, നീ ശരിയാവില്ലടി. ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അവൻ നിന്നെ ഈ രീതിയിലാക്കി. മോളെ, ഇതൊന്നും ശരിയായ രീതിയല്ല. അമ്മയൊന്ന് ചുമ്മാ. ഇതൊക്കെ തീരെ ഗതി കിടുമ്പോഴല്ലേ അമ്മേ? അല്ല, ഇതെവിടുന്ന് കിട്ടി ഈ പേഴ്സ്? എത്രയുണ്ട്? എത്രയുണ്ടെന്നാ നീ ചോദിക്കുന്നത്? അല്ല, കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ പേഴ്സിനകത്ത് എത്ര പൈസ ഉണ്ടെന്ന്. അതൊന്നും ഞാൻ നോക്കിയില്ല. അവിടുന്ന് കിട്ടിയതാ. ആരെങ്കിലും അന്വേഷിച്ചു വരാതിരിക്കില്ല. അപ്പ കൊടുക്കാനോ? ഇങ്ങോട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ. ചുമ്മാ ഇരിക്കമ്മ. അയ്യോ, എന്റെ ശ്രീപത്മനാഭ, 1200 രൂപ. മുത്തുലക്ഷ്മി, ഇത് ശരിയല്ല. എന്റെ അമ്മ, ഇത് ഭഗവാൻ നമുക്കായിട്ട് കൊണ്ട് തന്നതാ. നീ അറിഞ്ഞു തന്നേ? കാശോ? അത് ഞാൻ തരത്തില്ല. വേണമെങ്കിൽ ഇത് അമ്മ എടുത്തു. നിന്റെ ഭർത്താവിന്റെ അതേ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട് നിനക്കിപ്പോ. ആർത്തി, അത്യാഗ്രഹം. ആരോ വേർത്തുണ്ടാക്കിയ കാശായത്. അന്വേഷിച്ചു വന്നാലേ നമ്മളത് കൊടുക്കണം. പിന്നെ ആ ചേട്ടനെ ഇതൊന്നും അന്വേഷിച്ച് വരാൻ പോണില്ല. ചുമ്മാ ഇരിക്കണോമ്മ. പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും, കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും. നിങ്ങൾ താമസിക്കുന്നത് കായിൽ തുടങ്ങുന്ന ജില്ലയിലാണ്. കണ്ണൂരാണോ? കണ്ണൂരുമല്ല, കാക്കിനാടുമല്ല, കാഞ്ഞിരപ്പള്ളിയുമല്ല, കാസർഗോഡ്. നിങ്ങൾക്കിപ്പോ വയസ്സ് 61. ശങ്കയ്ക്കിടയില്ലാതെ തന്നെ പറയാം, നിങ്ങളുടെ പേര് ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയല്ല, വെറും ശങ്കുണ്ണി. കൃഷി ഉപജീവന മാർഗമാക്കിയ നിങ്ങളുടെ ഭാര്യ ഒരു സാധു സ്ത്രീയാണ്. വീട്ടുജോലി നിങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ സീരിയല് കണ്ടോണ്ടിരുന്നോളും. അവരുടെ പേര് ആയിലല്ലേ തുടങ്ങുന്നത്? അമ്പയുമല്ല, അംബികയുമല്ല, അമ്പാലികയുമല്ല. അവരുടെ പേര് ആശാലത. ഈശ്വര, എന്തോ അത്ഭുതമായിരിക്കുന്നു അങ്ങയുടെ ജ്ഞാനദൃഷ്ടി. നീട്ടു കൈ. ബ്രഹ്മാണ്ഡമായ കൈ. ആയുർരേഖ, ബുദ്ധിരേഖ. കുറച്ച് മാന്തി എടുക്കട്ടെ. 3 പട്ടികൾക്ക് യോഗം. അല്ല, 3 കുട്ടികൾക്ക് യോഗം. ഈശ്വര. മൂത്തത് പെണ്ണ്, വയസ്സ് 22. പേര് സാക്ഷാൽ പരമശിവന്റെ പത്നി നാമം. പാർവതി. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൊടുകൈ. കൈയൊക്കെ പിന്നെ തരാം. ഐശ്വര്യ ദക്ഷിണ വെച്ചാട്ടെ. അങ്ങേക്ക് ആവശ്യമുള്ള എടുത്താട്ടെ. വണ്ടിക്കൂലി 200 രൂപ തന്ന ഉപകാരമായി.
100 ബസ്, ബാക്കി നടന്നു പോയാൽ മതി. രണ്ടാമത്തെ താൻ പ്രജ, പുത്രൻ, വയസ്സ് 20, പേര് ജ്ഞാനശീലൻ. ഓ, അങ്ങേരെ ജ്ഞാനദൃഷ്ടി അപാരം തന്നെ. മൂന്നാമത്തതുമാണ് പുത്രൻ, വയസ്സ് 18, പേര് ചിന്നമുത്തു. ഇത് മുത്തുലക്ഷ്മി, എന്റെ വാമഭാഗം ഭാര്യ. അയ്യോ പെങ്ങളെ, ഞാൻ പല പല ജ്യോത്സ്യന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരാളെ. അങ്ങ് കാസർഗോഡ് കിടക്കുന്ന എന്റെ വീട്ടിലെ എല്ലാവരുടെയും പേര്, വയസ്സ് സഹിതം ഇദ്ദേഹം ജ്ഞാനദൃഷ്ടിയാൽ പറയുന്നു. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പ്രൊഫസർ അല്ലേ, പ്രൊഫസർ കുറുപ്പ്. കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്നാൽ തെറ്റാറില്ലല്ലോ. ഇന്ന് തെറ്റി. എന്റെ മനസ്സിനുള്ളിൽ അവാച്യമായ ഏകാഗ്രത ഇന്ന് താറുമാറാവി. ശങ്കുണ്ണി, പോയിട്ട് അടുത്ത പ്രാവശ്യം വരൂ, ബാക്കി പോലെ അപ്പൊ പറയാം. ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ്, 24 hours സർവീസ്, റോഡിലും വീട്ടിലും. അപ്പൊ ഞാൻ പോ. അല്ല, കാസർഗോട്ട് കിടക്കുന്ന ഇയാളുടെ കാര്യങ്ങൾ ആരെ ഏർപ്പാടാക്കിയിട്ടാ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്? അയാളെ ബാണ്ണക്കെട്ട് ഇവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോയപ്പോ ഞാൻ ആ ബാണ്ണക്കെട്ടിന്ന് അയാളെ റേഷൻ കാർഡ് അടിച്ചു മാറ്റി. ഇതിൽ കാണുമല്ലോ അയാളെ കുറിച്ചുള്ള വിവരങ്ങളും കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളെല്ലാം. ബുദ്ധി വേണം. അതിൽ അച്ചടിപ്പിച്ചയില്ലായിരുന്നു നിങ്ങളുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ തടിയാവിളിയുടെ ഇന്നൊന്ന് കിട്ടിയിരുന്നെങ്കിൽ 20 ആയേനി. നിന്റെ തള്ളയുടെ അവസ്ഥ എന്തായി? ആവിയായി പോയാ? ദൈവദോഷം പറയാതെ മനുഷ്യ, എന്റെ തള്ള നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു? എന്ത് ദ്രോഹം ചെയ്തെന്നോ? 10-30 കൊല്ലമായി എന്റെ പുറകെ ഒഴിയാബാധ പോലെ നടക്കല്ലേ നിന്റെ തള്ള. തിന്നേയുമില്ല, തീറ്റിക്കേമില്ല. ആ തള്ള എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു ബോർഡ് വെച്ച് എന്റെ വീട്ടിലിരുന്ന് നല്ല ഐശ്വര്യമായിട്ട് ആളുകളെ പറ്റിച്ച് 10 പുത്തനുണ്ടാക്കിയേനെ. ആ തള്ളയോട് ഇല്ലെങ്കിൽ ഈ പറ്റിപ്പ് തന്നെയല്ലേ നിങ്ങളുടെ പണി. കടന്നൊരു സുഹൃത്തെ, ഭാവി ഫലങ്ങൾ അറിയാൻ വരൂ. ഭാഗ്യലക്ഷണം കാണുന്നുണ്ടല്ലോ മുഖത്ത്. വരൂ. മുത്തു, പല കാര്യങ്ങളും പരസ്യമായിട്ട് പറയാൻ കഴിയില്ലോ. എന്തോ അന്വേഷിച്ച് നടക്കാണെന്ന് തോന്നുന്നു. ഭൂതം ഭാവി വർത്തമാനം പറയാം. വർത്തമാനം പറയാൻ സമയമില്ല. എന്റെ ഒരു പേഴ്സ് ഇവിടെ കളഞ്ഞു പോയല്ലേ? ആർക്ക് കിട്ടി, എപ്പോ കിട്ടി, എങ്ങനെ കിട്ടി, എല്ലാം വിശദമായിട്ട് പറയാൻ. ദക്ഷിണ വയ്ക്കൂ സുഹൃത്തെ. പേഴ്സ് കിട്ടിയിട്ട് വയ്ക്കാൻ ദക്ഷിണ. ഒരു ചില്ലറയും കയ്യില്ല നടക്കുവാണോ? ബനിയനും ജീൻസും ഒക്കെ ഇട്ട് എന്തൊരു ഗമ. അയ്യോ, ഒരു പേഴ്സ് അമ്മയുടെ കിട്ടി. കാശും ഉണ്ട് അതില്. ഇനി അതാണോ എന്തോ? കൊടുക്കരുത്. വേണ്ട പോയി. കളഞ്ഞു കിട്ടിയ പേഴ്സ് അവള് തിരികെ കൊണ്ട് കൊടുക്കാൻ പോയി. എന്തൊരു സത്യസന്ധത. ഇത് എന്നെ ഞാൻ പറയുന്നു. അമ്മയും കണക്കാ, മോളും കണക്കാ. തിന്നേവില്ല, തീറ്റിക്കേവില്ല. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000, 1000 വെച്ചാൽ 10000. കടന്നു വരൂ. ആവശ്യമുള്ളവ വെറുതെ ഇരിക്കണ്ട. പോക്കറ്റിൽ കിടക്കുന്ന കാശെടുത്ത് ഇവിടെ വെക്കൂ. അകത്ത് കുത്തിയാൽ അത് ചേട്ടനാണ്. അത് 50 രൂപ വെച്ച് കഴിഞ്ഞു 500 രൂപയാണ് അകത്ത് കുത്തിയാൽ. പുറത്ത് കുത്തി കഴിഞ്ഞാൽ അത് കമ്പനിക്കാണ്. ധൈര്യമായിട്ട് കുത്തിക്കോളൂ. ഇവിടെ കുത്തോ. ഭാഗ്യം ചേട്ടനുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അടിച്ചു കമ്പനിക്ക്. 50 രൂപ അങ്ങനെ കമ്പനിക്ക് അടിച്ചിരിക്കുകയാണ്. ചേട്ടൻ മടിക്കണ്ട, അറയ്ക്കണ്ട, ധൈര്യമായിട്ട് വെച്ചോ. അകത്ത് കുത്തിയ ചേട്ടൻ വെച്ചിരിക്കുകയാണ് 100 രൂപ. അകത്ത് കുത്തിയാൽ ചേട്ടൻ 1000 രൂപയാണ്. ധൈര്യമായിട്ട് കുത്തിക്കോളൂ. ആർക്കും വെക്കാം. കുത്തു. ചേട്ടന് ഭാഗ്യമുണ്ടെന്ന് ഇപ്പൊ അറിയാം. അടിച്ചു കമ്പനിക്ക്. ഇനി ആരാണ് വരോ? കാശ് തീർന്നോ? ആർക്കും വെക്കാൻ. ചേട്ടാ വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ വെക്കോ. വെറുതെ എനിക്കിട്ട് വെക്കരുത്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ വെക്കോ. ഒരു ചേട്ടൻ വന്ന് ചേട്ടാ ധൈര്യമായിട്ട് കടന്നിരിക്കൂ. ഇവിടെ ഇരിക്കൂ. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000, 1000 വെച്ചാൽ 10000. നിങ്ങൾക്കും വെക്കാം കേട്ടോ. വെറുതെ നോക്കിക്കൊണ്ടിരിക്കണ്ട. 10 വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ 100 രൂപയാണ്. ചേട്ടൻ പുറത്ത് കുത്തി കഴിഞ്ഞാൽ അത് കമ്പനിക്കുള്ളതാണ്. ചേട്ടൻ ധൈര്യമായിട്ട് കുത്തിക്കോളൂ. ദൈവത്തിന് മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് കുത്തു. ഇപ്പൊ ഭാഗ്യം നമുക്കറിയാം. റെഡി? 100 അടിച്ചിരിക്കുകയാണ്. 100 ഇനി കളയണ്ട. 100 രൂപ ധൈര്യമായിട്ട് വെച്ചോളൂ. ഇവന് ഏതാടാ? അപ്പോ 100 വെച്ചാ 100 വെച്ചാൽ 1000. ഇതാ 100. ധൈര്യമായിട്ട് കുത്തിക്കോളൂ. ശ്രീപത്മനാഭ കുത്തിയിരിക്കുകയാണ്. അകത്ത് കുത്തിയാൽ അത് ചേട്ടന് തന്നെയാണ്. റെഡി? പണിയായി. അടിച്ചു. പൈസ 1000. അതെ, നിങ്ങളൊക്കെ കളിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്ന? പോയേ പൈസ എടുക്കാ. ഇങ്ങോട്ട് തരാനല്ലേ? അതെ, ചേട്ടൻ ഇപ്പൊ ബസ്സിനുള്ള സമയം എനിക്ക് മനസ്സിലായി. പോവാ, നാളെ കാണാം. അതെ, 1000 വെച്ചാൽ 10000. എന്റെ പൊന്നു ചേട്ടാ, ഉപദ്രവിക്കരുത്. ഞാൻ ആഹാരം കഴിച്ചിട്ട് എന്നെ 2-3 ദിവസമായി. ഒന്നും കഴിച്ചില്ല ചേട്ടാ. ഇപ്പൊ 10000 പോയിട്ട് 10 രൂപ പോലും എന്റെ കയ്യിലെടുക്കാൻ. അതാണോ കാര്യം? ഒരു കാര്യം ചെയ്യ്. കാണുന്നില്ലേ ഹോട്ടൽ? അവിടെ കയറി ആവശ്യമുള്ള കഴിച്ചോ. അല്ല, അപ്പൊ കാശ്? എന്റെ പേര് പറഞ്ഞാ മതി. ചേട്ടന്റെ പേര്? ശ്രീകുമാർ. ശ്രീകുമാറിന്റെ പേര് പറഞ്ഞാൽ നല്ലവണ്ണം കഴിക്കാൻ പറ്റും. എന്റെ അക്കൗണ്ടിൽ എഴുതാൻ പറഞ്ഞാ മതി. അപ്പൊ വരട്ടെ. ശരി ചേട്ടാ. ഓക്കെ. സന്തോഷം. പൊന്നു മോനെ, ഈ സുന്ദരേശനോടാ അവന്റെ കളി. എന്റെ 1000 പോയെങ്കിൽ ഇവനെ കൊണ്ട് 2000 രൂപ തീർപ്പിക്കും. 2000 രൂപ തീറ്റി ഞാൻ വെട്ടി വിഴുങ്ങും. കുഴപ്പമില്ല.
എന്നത്തെ ചെയ്ത് എന്തോന്ന് എന്താ പറഞ്ഞേ? വേറെ പറഞ്ഞു വാ, ഈ ചേട്ടന് 2 കുറ്റി പുട്ടുകൂടെ കൊടു. പൈസ ഞാൻ കൊടുത്തോളാന്ന്. ഈ പഴം വെച്ചോ, വീട്ടിൽ കൊണ്ടുപോട്ടാ. അതെ, ഇന്നിവിടെ ഇരിക്കുന്നവർക്കല്ല എന്റെ വക ചെലവാണ്. ആർക്ക് വേണോ വെട്ടി വീങ്ങിക്കോളാം കേട്ടാ. ബില്ല് ഞാൻ കൊടുക്കും. ചേട്ടാ, കാശ് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാം, ഇന്ന് എന്റെ ചെലവാണ്. പോക്കോ. വല്ല അന്നദാന നേർച്ചയായിരിക്കും. പോ പോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്ക് എന്തും കഴിക്കാൻ എന്റെ ചെലവാണ്. കഴിച്ചോ. ആ 78 ആ മൊത്തത്തിൽ എത്രയായി? 78 ഇതോടെ കുട്ടിക്ക് അപ്പൊ 810. 810. ആ കുറഞ്ഞു പോയി. ഇത് അവന്റെ പറ്റി എഴുതിക്കോ. എവന്റെ ആ ശ്രീകുമാറിന്റെ. ശ്രീകുമാരൻ നായർക്ക് ഇവിടെ പറ്റൊന്നുമില്ല. എന്റെ അടുത്ത് വന്നിരുന്ന് തിരുക്കുത്തി കളിച്ചിട്ട് 1000 രൂപ അടിച്ചോണ്ട് പോയി ആ ശ്രീകുമാർ. ഇവിടെ ഒരു ശ്രീകുമാരനും പറ്റും കഞ്ഞി ഒന്നും ഇല്ലടാ. കഞ്ഞി അയ്യോ, ശ്രീകുമാറിന് പറ്റുണ്ടെന്ന് എന്നോട് നീ പറഞ്ഞു. പള്ള നിറച്ച് തിന്നതിന്റെ കാശ് വെച്ചിട്ട് പോണേ. ഞാൻ വേണേ വിളിച്ചോണ്ട് വരാം. നീ എന്നെ വിളിക്കാൻ വിശ്വസിക്ക്. എടാ വിക്രമാ, അയ്യോ, വിക്രമനല്ലെന്ന് ഞാൻ പറഞ്ഞ ശ്രീകുമാർ. സത്യം. 810 രൂപ പറ്റിയിട്ടാ ഇവന്റെ കയ്യിൽ കാശില്ല. ദേഹത്തുനിന്ന് കൈ എടുക്ക. ഇവിടെ 810 ഗുണവേ. അതെ, എന്റെ കൈ പൈസ ഇല്ല. നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ വേണ്ട. നിനക്ക് തരാനുള്ള പണിയും ഇവിടെ ഉണ്ട് അടുക്കളയിൽ. അരി ആട്ടിതൊക്കെ മറ്റേ മിഷനിലല്ലേ ഏട്ടാ. അതെ, പക്ഷെ ചെമ്പും പാത്രം കഴുകാനുള്ള മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ മോനെ. പിന്നെ ആട്ടാൻ ആളുള്ളപ്പോ വെറുതെ കറണ്ട് കളയുന്ന എന്തിനാ? ചെല്ല് മോൻ, ചെല്ല് 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 ചെല്ല്. പിടിച്ചോണ്ട് പോ. എന്നെ വിശ്വസിക്ക്. എനിക്ക് കറണ്ടിൽ തൊട്ടുള്ള കളിയൊന്നും അറിയില്ല. അവൻ എന്റെ കാശ് പറ്റിച്ചതിൽ എനിക്ക് ഇത്രയും വിഷമമില്ല. അതെന്റെ തൊഴിലാ. പക്ഷേ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ച എന്റെ മാനം വരെ അവൻ നശിപ്പിച്ചടാ. എന്തായാലും ഒരു പണി പഠിച്ചല്ലോ. നിങ്ങൾക്കറിയോ, നാട്ടുകാരെ തിരുക്കുത്ത് പഠിപ്പിച്ച എന്റെ അച്ഛൻ തിരുക്കുത്ത് കുമാരൻ എന്നെ പഠിപ്പിച്ച് വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത്. ആ അച്ഛന് പോലും ഇങ്ങനൊരു പറ്റിയിട്ടുണ്ടാവില്ല. സുന്ദരന്റെ അച്ഛൻ ആളൊരു പുലിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അച്ഛന് പോലും നാണക്കേടായല്ലോ ഇന്നത്തെ എന്റെ ഈ അവസ്ഥയിൽ. കടുവെ പിടിച്ച കിടുവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദാ ഇപ്പൊ മുന്നില് വരുന്നടാ കടുവ. ആര്? ഇവനോ? അത് ശരി, ഇത് ഞങ്ങളുടെ പുതിയ റൂംമേറ്റാടാ ശ്രീകുമാർ. ഇയാളെന്താ ഇവിടെ? ഇവിടെയും തുടങ്ങാൻ വന്നതാണോ? വൈ രാജാ വൈ. അയ്യോ, കളി അറിയാവുന്നവരോട് കളിക്കാൻ ഇനി ഞാനില്ല. ഈ സുന്ദരൻ ഒരു പാവാടാ. ആ ജംഗ്ഷനിലെ തേപ്പേടയുടെ പുറയിലാ താമസം. ഞങ്ങൾ അത്യാവശ്യം ബിവറേജ് സംഘടിപ്പിക്കുന്നത് ഇവനിലൂടെയാണ്. ഈ സിറ്റിയിലെ കംപ്ലീറ്റ് മുക്കും മൂല ഇവനറിയാം. ആള് കുറച്ച് തരികടയൊക്കെ ഉണ്ടെങ്കിലും പച്ച പാവാ. ഈ പച്ചപ്പാവത്തിനോടാണല്ലോ ചേട്ടന് നോടുക്കത്ത് പണിയെന്നത്. അതെ, നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയില്ലാത്തോണ്ടല്ലേ? ചങ്കിക്കുത്തിന് വർത്താനം പറയരുത് ചേട്ടാ. എങ്ങനെ ശരിയല്ലെന്ന്? കളിച്ച് തരാനുള്ള കാശ് ഞാൻ മുഴുവനും തന്നില്ലേ? എന്നിട്ട് എന്തിനാ ചേട്ടനെ കൊണ്ട് ആരെ ആട്ടിപ്പിച്ചത്? ആരൊക്കെ തിന്ന എച്ചിൽ പാത്രങ്ങൾ കഴുകി എന്റെ കൈയൊക്കെ കണ്ടില്ലേ? വിനാഗിരിയിലിട്ട കൈതച്ചക്ക പോലെ ആയി. മാനും പോയി, കാശും പോയി. ഓ, കിടന്ന് മോങ്ങാതെ. ഇതാ നിങ്ങളുടെ കാശ്. ഓ, ആ വൈ രാജാ വൈ വൈ. സോ നൗ വി ആർ ഫ്രണ്ട്സ്. എന്തോന്ന്? ദീപകിന്റെയും ഹാരിസിന്റെയും കൂട്ടുകാരൻ എന്റെയും കൂട്ടുകാരനാണെന്ന്. അങ്ങനെ അത് പറയണ്ടേ? ആരുമില്ല, രക്ഷപ്പെട്ടു. ഒട്ടനാന്നാ തോന്നുന്നത്. നിൽ, നിൽ, നിൽ. അകത്ത്
ചാലു കണ്ണ് കാണണം ചാലു. ചാലിനിയോ? ഇവിടെ ചാലിനൊന്നുമില്ല പോ. ഒട്ടനല്ല, അത് ശരി. അപ്പൊ മലയാളം അറിയാം. ഇവിടെ ആഫ്രിക്കൻ സെക്യൂരിറ്റി ഞാൻ ആരാണെന്ന് അറിയോ? ഇവിടുത്തെ ശാലിനി കൊച്ചമ്മയുടെ ഒരേ ഒരെണ്ണൻ അച്ചുവേട്ടന്റെ മാനേജരാ. ആദ്യം എന്റെ അച്ഛൻ തിരുക്കുത്ത് കുമാരനാണ് ഈ ജോലി ചെയ്തിരുന്നത്. ആരായാലും മുൻകൂർ അനുവാദമില്ലാതെ അകത്തേക്ക് കടത്തിവിടുന്ന പ്രശ്നമില്ല. മോനെ സെക്കു, അച്ചുവേട്ടന്റെ കാര്യത്തിൽ നീ പറഞ്ഞത് ശരിയാണ്. സ്വന്തം അണ്ണനാണെങ്കിലും ഇവിടെ കയറരുതെന്ന ശാലിനി കൊച്ചമ്മയുടെ ഓർഡർ. അതിനാ ഇടയ്ക്ക് ഞാനുള്ളത്. അവിടുന്ന് പറഞ്ഞു വിടുന്നതല്ല, ഇവിടെ വന്ന് പറയും. ഇവിടുന്ന് ശാലിനി കൊച്ചുമ്മ തന്നയിക്കുന്ന കാശ് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അതിൽ അച്ചുവേട്ട എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. അതാണ് എന്റെ തൊഴിൽ. എന്റെ തൊഴിലിന് വെറുതെ തടസ്സം ഉണ്ടാക്കരുതേ. സംശയം ഉണ്ടെങ്കിൽ ഇതിനെ എടുത്ത് അകത്തിരിക്കണല്ലോ ഒന്ന് കുത്തി വിളിച്ച് ചോദിക്ക്. എന്താ പേര്? സുന്ദരൻ. ചുന്ദരൻ. ചിമ്പാൻസിക്കുണ്ടായോ? ഹലോ, ഒരു സുന്ദരേശൻ വന്നിരിക്കുന്നു കൊച്ചമ്മയെ കാണാൻ. അമ്മ. ദാ എത്തിയിട്ടുണ്ട് അച്ചുവേട്ടന്റെ ദൂതൻ. ആ വരാൻ പറയൂ. കടത്തിവിടാൻ. കഷ്ടമുണ്ട് കേട്ടോ അമ്മ. ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് നിർത്താറായില്ലേ അയാൾക്ക്? സാരമില്ല, എന്റെ ഏട്ടനല്ലേ. സമ്മതിച്ചു. സ്നേഹത്തോടെ ചോദിച്ചു വാങ്ങണേല് കുഴപ്പമില്ല. ഇതൊരുമാതിരി ഗുണ്ടാ പിരിവ് പോലെ. അച്ഛനും അതെ മകനും അതെ, രണ്ടും കണക്കാം. ഞാൻ മാസാമാസം കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ളതാ. എനിക്ക് വാക്ക് പാലിക്കണം. ഇതാ എല്ലാ സെക്യൂരിറ്റിക്കാരന്റെ സ്ഥിതി. ആദ്യം ഇങ്ങനെ സുനിൽ ഷെട്ടിയെ പോലെ മസിലും പെരുപ്പിച്ച് നിൽക്കും. പിന്നെ കാര്യം അറിയുമ്പോ അത് ശില്പാ ഷെട്ടി പോലെ ആവും. ഇതിനല്ലേ വന്നത്? ഓ, ഇതിന് മാത്രമൊന്നുമല്ല. ഇന്നാള് പറഞ്ഞു വിട്ട കാര്യം എന്ത് തീരുമാനിച്ചു ചോദിക്കാൻ പറഞ്ഞു അച്ചുവേട്ടൻ. ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണ കാര്യമേ. അതൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് പറയും. അതല്ല ശാലിനി കൊച്ചമ്മേ, അതങ്ങ് സമ്മതാന്ന് പറഞ്ഞേക്ക്. വെറുതെ എന്നെ എന്തിനാ ഇതിന്റെ ഇടയ്ക്കിട്ട് തല്ലി ഒളിപ്പിക്കുന്നത്? ഒന്നും അല്ലെങ്കിൽ സ്വന്തം അണ്ണന്റെ മോനല്ലേ. അവര് വല്ലയിടത്തും പോയി അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, നല്ല പാട്ടൊക്കെ പാടി. വെറുതെ എന്തിനാ ഇങ്ങനെയിട്ട് വൈകിക്കുന്നത്? സുന്ദരേശൻ ഇപ്പൊ പോ. അവളോട് ആലോചിച്ച് പിന്നെ പറയാന്ന് പറയും. പിന്നെ പറയാനൊന്നുമില്ല. കിഷോറിന്റെ കാര്യല്ലേ, ആ ആഗ്രഹം നടക്കില്ല എന്ന് പറഞ്ഞേക്ക്. അതല്ല, വേറെ എവിടേക്കും അല്ലല്ലോ. നടക്കില്ല എന്നങ്ങ് തീർത്ത് പറഞ്ഞേക്ക്. അപ്പൊ ഈ വിവരങ്ങൾ ഇപ്പൊ തന്നെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞേക്കട്ടെ? ആ പറഞ്ഞേക്ക്. സുന്ദരേശൻ പോ. അല്ല, ഞാൻ ഈ ചെല്ലക്കിളി എന്നെ തല്ലു ഒളിപ്പിക്കുന്നാ തോന്നുന്നത്. 2 തല്ലു കൊണ്ടാലും വേണ്ടില്ല, ഇതിനകത്ത് 5-6 കിട്ടിയാൽ മതിയായിരുന്നു. ഹാ 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 ഹാ. ഓ, അവൻ പറ്റിപ്പ് തകടി എഴുതി തുടങ്ങി. ഇവൻ നന്നാവത്തില്ല. ദൈവമേ, എന്റെ മോളുടെ ജീവിതം കൂടെ ഇവൻ തൊലച്ചല്ലോ. ഈശ്വര. തള്ള എന്ത് വേണേലും പറഞ്ഞോ. തള്ള ചവിട്ടിയാ പിള്ളക്ക് കേടില്ലെന്നാ ശാസ്ത്രം. ഓ എടാ, അവളിവിടെ ഇല്ല. എനിക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്താടാ കുടിക്കാൻ. കഞ്ഞിക്ക് എന്തിനാ കഞ്ഞിവെള്ളം? എടുത്തു കൊടുത്തേക്ക. ഭാര്യയുടെ തള്ളയായി പോയില്ലേ. ഇവിടെ ആരുമില്ലേ? പ്രൊഫസർ കുറുപ്പുണ്ടോ? നമസ്കാരം. അയ്യോ, റേഷൻ കാർഡ് തിരിച്ചു വാങ്ങിക്കാൻ വന്നാണോ? ഏയ്, ആയിരിക്കില്ല. അവരൊരു പണയവും വെച്ചും പോയി. എവിടുന്നാ വരുന്നേ? കാസർഗോഡെന്നാ. അങ്ങേ ഒന്ന് കാണാൻ വന്നതാ. നമ്മുടെ സ്ഥലം എവിടെയാ? കാസർഗോഡ്. സന്തോഷം. ഇന്നൊരു ശുഭദിനമാണ്. ഞാൻ വന്നത് അങ്ങയെ കണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. പറഞ്ഞോ. ഇതെന്റെ അളിയനാ. അയ്യോ, ഒന്ന് അങ്ങോട്ട്. ഇങ്ങോട്ടോ? എന്റെ സഹോദരിയുടെ ഭർത്താവാണ്. പേര് കൊച്ചുകോവിന്ന്. യമ ആളൊരു മക്കണ്ണനാ. എന്റെ സഹോദരിയെ കുറച്ചു ദിവസമായിട്ട് കാണാനില്ല. നാട്ടുകാര് ആ ബസ് കണ്ടക്ടർ കൃഷ്ണൻകുട്ടിയെ ചേർത്ത് കുശുകുശുക്കുന്നുണ്ടെങ്കിലും എന്റെ സഹോദരി കലയവാണി അത്തരക്കാരിയല്ല. പക്ഷേ അവള് ഞങ്ങളെ ഫോണിൽ വിളിച്ച് അവന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടെന്ന്. 2 ആഴ്ച കഴിഞ്ഞ് ഇനി വരാമെന്ന്. പക്ഷേ യവനെ വേണ്ടെന്നാ അവള് പറയുന്നത്. പ്രൊഫസർ സാറേ, സാറ് ശങ്കുണ്ണി അളിയനെ കുറിച്ച് പറഞ്ഞതൊക്കെ അച്ചട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. എല്ലാം ഭഗവത് പ്രസാദം. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനാ. അതിനല്ലേ ഞാൻ അപ്പോയിന്റ്മെന്റ് തന്നത്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഞാന് എന്റെ ഗുരുഭൂതന്മാരെ വന്നിച്ചിട്ട് വരാം. അതാണ് ചിട്ട. ഓം യാജ്ഞവൽക്യോ ഗമളഹേ. അളിയാ, എനിക്കെന്തോ ഒരു ഉൾഭയം. അളിയൻ സമാധാനിക്ക്. കുറുപ്പ് സാറ് പറഞ്ഞ അച്ചിട്ടതാ.
എന്തായാലും ഇന്നത്തോടു കൂടി അളിയന്റെ കാര്യത്തിന് ഒരു തീരുമാനമാവും. ആ തള്ളക്ക് കഞ്ഞിവെള്ളം കൊടുക്കാനും മറന്നു. കലൈവാണി, കൃഷ്ണൻകുട്ടി, കൊച്ചുകോവിന്ദൻ, ബാംഗ്ലൂർ. ഇന്നൊരു കോളൊത്തു. പക്ഷെ ഈ തള്ള കലിപ്പുണ്ടാക്കൂ. തള്ളേനെ എന്നത്തെ പോലെ ഉറക്കാം. ഈ മാസത്തെ ഉറക്കക്കുളി തീർന്നു. ഇനി വാങ്ങണം. തള്ളയ്ക്കിന്ന് സുഖനിദ്ര. അവൻ ശാന്തമായി ഉറങ്ങട്ടെ. ഇനി എന്തിനു ബാക്കി പൊടി കൂടെ പറ. ഇതാമ്മേ കഞ്ഞിവെള്ളം. അതിഥികൾ വന്നതുകൊണ്ട് അല്പം താമസിച്ചു പോയി. അമ്മ ക്ഷമിക്കണം. എന്ത് പറഞ്ഞാലും നീ നല്ലവനാ, സ്നേഹമുള്ളവനാ, അതെനിക്ക് മനസ്സിലായി. കുടിക്കണം. ആ. അവന്റെ ഒരു കഞ്ഞി വെള്ളം. ഉപ്പ് ഉപ്പ്. തള്ളയിന് മറ്റന്നാളെ പൊങ്ങൂ. ഗുരുവന്ദനം കഴിഞ്ഞു. പ്രശ്നപരിഹാരം അറിയേണ്ട ആൾ ഇവിടെ ഇരിക്കുക. നിങ്ങൾ പുറകുവശത്ത് ഒരു ബെഞ്ചുണ്ട്, അവിടെ ചെന്നിരിക്കുക. ഓടിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട. എല്ലാം ഒരു 3D സിനിമയിലേതുപോലെ ഞാൻ കാണുന്നു. അപ്പോ 3D കണ്ണാടി വെക്കേണ്ടി വരുമോ? എന്ത് കണ്ണ? അല്ല, ഈ സാധാരണ 3D സിനിമ കാണുമ്പോ ഒരു 3D കണ്ണാടിയുള്ള തരാറുണ്ട്. അത് സിനിമ, ഇത് ജീവിതം. മനുഷ്യ മനസ്സിന്റെ ഉൾക്കാഴ്ചയിലൂടെയാണ് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അതുവരെ ക്ഷമയോടിരിക്കുക. ഇപ്പോൾ എന്റെ മനസ്സ് കടന്നു പോകുന്നത് ബാംഗ്ലൂർ നഗരത്തിലൂടെയാണ്. നിങ്ങളുടെ ഭാര്യ ഒരു കുട്ടിക്കൃഷ്ണനോടൊപ്പം അവിടെ കറങ്ങി വിലസി നടക്കുകയാണ്. ഭഗവാനേ, ഇതെന്തൊരു മായ. എന്നാൽ ഐശ്വര്യമായിട്ട് ഒരു 500 രൂപ ദക്ഷിണ വെച്ചാട്ടെ. താങ്ക്സ്. ഒളിച്ചോട്ടക്കലയിൽ പ്രാവീണ്യം നേടി വാണം വിട്ട പോലെ പോയതിനാൽ അവളുടെ പേര് കലൈവാണി എന്നാകാം. തന്നെ തന്നെ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇനി നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ പേര് പോലെ തന്നെ ഗോവിന്ദ ഗോവിന്ദ. കാസർഗോഡെ, ഇയാൾ ഇവിടെ കിടന്ന് ഉറങ്ങാണോ? കാസർഗോഡെ, കാസർഗോഡെ, നിങ്ങൾ കിടത്തിയ ഇയാളെ. ഇയാള് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. നീ തന്നില്ലേ കഞ്ഞി വെള്ളം? അത് ഞാൻ ഇയാൾക്ക് കൊടുത്തു. എന്റെ തള്ളേ, ഇയാൾ ഇനി നാളെ രാവിലെ ഉണരും. അയാൾ ഉണരുമോ? അയാളെ നീയും കിടത്തിയോ? തള്ളയുടെ ഒരു കാര്യം. ഹലോ, എസ് ഐ ബ്രൂസ് ലീ സ്പീക്കിംഗ്. മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്? ഇദ്ദേഹം കത്തിക്കുത്തോ? എവിടെയാണ് ഇദ്ദേഹം? തിരിക്കുത്തോ? അതെന്തു കുത്താണ്? ഓ, ഇദ്ദേഹം ഇന്ന് തന്നെ ഹാജരാക്കാം. ഉടനെ ഉടനെ പൊക്കാം. എടാ ബാല, പണി ഒത്തടാ. എടബാല, പല രീതിയിലുള്ള കുത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിരിക്കുത്ത്, ചുമക്കുത്ത്, വലംകുത്ത്, ഇടംകുത്ത്, കത്തിക്കുത്ത്. ഇത് എന്തുകൊണ്ടായി തിരിക്കുത്ത്? സാറേ, ഇത് കാശ് വെച്ചുള്ളൊരു ഇരട്ടിപ്പാ. 1 വെച്ചാ 10, 10 വെച്ചാ 100, 100 വെച്ചാ 1000, 1000 വെച്ചാ 10000. ഇതെല്ലാം കൂടെ സാർ ഒരു 100 കുത്തി ഇങ്ങോട്ട് വലിച്ചാൽ മതി, 10000 ഇഞ്ഞ് പോരും. ഈ പരിസരത്ത് ആരാടാ ഇങ്ങനെ ഒരു കുത്തു കുത്തുന്നത്? സാറേ, അത് നമ്മുടെ ചത്തുപോയ തിരുക്കുത്തുകുമാരന്റെ മോനാ, സുന്ദരേശൻ. അവനിതിന്റെ എക്സ്പെർട്ടാ. അവനെ പിടിക്കാൻ വലിയ പാടാ സാറേ. പലരും പയറ്റി നോക്കിയതാ. പോലീസിന്റെ മണം അടിച്ചാൽ മതി, അവൻ പറ ഉറക്കും. എടാ നാട്ടുകാർ എനിക്കിട്ടിരിക്കുന്ന പേരെന്തുവാടാ? ബ്രൂസ്ലി. ബ്രൂസ്ലി. ഈ ബ്രൂസ്ലിയുടെ അത്തരം പറക്കാൻ അവന് പറ്റുവാടാ? അതില്ല. സാറിന്റെ അത്രയും പറന്നടിക്കാൻ കഴിവുള്ള ആരുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്? വെരി ഗുഡ്. എടാ, ശരീരം മാത്രം ഉണ്ടായാൽ പോരാ, തലയ്ക്കകത്ത് ആൾ താമസം കൂടെ വേണം. എന്ത് വേണം? ആൾ താമസം. നീ നോക്കിക്കോ, 10 മിനിറ്റിനുള്ളിൽ അവനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അവന്റെ അന്ത്യം മരണമാണ്. അയ്യോ, ഞാനല്ലേ സാറേ, എനിക്ക് ഭാര്യ 2 കുട്ടികളും ഉള്ളതാ. എന്നാടാ? ഒന്നാമത് നമ്മുടെ സ്റ്റേഷൻ ഉരുട്ടിക്കൊലയ്ക്ക് കുപ്രസിദ്ധി നേടിയതാ. സാർ അവനെ തട്ടിയാ ഞാനും അകത്തു പോവും. നീ എല്ലാം അകത്തു പോവും. കേടാ മണ്ട. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തലയ്ക്കകത്ത് ആൾ താമസം വേണം. കിഡ്നി കിഡ്നി. അതൊക്കെ പോട്ടെ. നീ കൂട് വിട്ട് കൂട് മാറ്റം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫോളോ മീ. വൈ രാജാവ് വൈ, ആർക്കും വയ്ക്കാം, എപ്പോഴും വയ്ക്കാം. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000, 1000 വെച്ചാൽ 10000. സാറേ,
ഇതാണ് ഞാൻ പറഞ്ഞ തിരുക്കുത്ത് സുന്ദരേശൻ, കുമാരന്റെ മോൻ. കണ്ടിട്ട് വരുത്തരാണെന്ന് തോന്നുന്നല്ലോ. ഇന്നവരെ കുറച്ച് ഊറ്റ. ചേട്ടാ കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. കടന്നു വരൂ ചേട്ടാ. ലക്ഷാധിപനാകാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്. കടന്നു വരൂ ചേട്ടാ, ഇരിക്കൂ. 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000, 1000 വെച്ചാൽ 10000. ചേട്ടനോടൊപ്പം സഹകരിച്ച് ചേട്ടനും ഇരിക്കൂ. എന്ത് വിളിക്കിറങ്ങിയിരിക്കുന്നു? ഒരു 100. 100 വെച്ചാൽ 1000, 1000 വെച്ചാൽ 10000. എന്റെ തിരുക്കുത്ത് ഭഗവതി, ഇതോടുകൂടി എന്നെ രക്ഷപ്പെടുത്തണേ. അകത്ത് കുത്തിയാൽ 1000, പുറത്ത് കുത്തിയാൽ കമ്പനിക്ക്. ധൈര്യമായിട്ട് വെച്ചോളൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ഹായ്, കമ്പനിക്ക്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് കമ്പനിക്ക് അടിച്ചു. ഇനി ധൈര്യമായിട്ട് ചേട്ടൻ 100 വെച്ചോളൂ. 100 വെച്ച് കഴിഞ്ഞാൽ 1000 കിട്ടും. ധൈര്യമായിട്ട് വെച്ചോളൂ. പെട്ടെന്ന് അവിടെ 500. ആളൊരു 500-ആണല്ലോ. അല്ല, ഞാനാണ് ആനപ്പാറ അച്ചായൻ. ഞാൻ കരുതി കോട്ടയം കുഞ്ഞച്ചനായിരിക്കുന്നു. ആർക്കും വെക്കാൻ ധൈര്യമായിട്ട് 500 വെച്ചോളൂ. അകത്ത് കുത്തിയാൽ 5000, പുറത്ത് കുത്തി കഴിഞ്ഞാൽ അത് കമ്പനിക്ക്. അല്ല, ഈ പോലീസ് എങ്ങാനും വന്ന് പിടിച്ചാലാ? ഏത് പോലീസ്? എവിടുത്തെ പോലീസ്? ഇവിടെ ബ്രൂസ്ലി എന്ന് പറയുന്ന ഒരു തറ SI ഉണ്ട്. അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് വന്ന് ഒരു കുത്തു കുത്തിയിട്ടേ പോവൂ. അത്രയ്ക്ക് പരിചയമാണോ നിങ്ങൾ തമ്മില്? പിന്നെ നമ്മള് ഫ്രണ്ട്സ് അല്ലേ? ആ സമയങ്ങളേതാ കാശെടുക്കോ. ഇനി കുത്തിക്കോളൂ. കുത്തു, അറയ്ക്കാതെ മടിക്കാതെ കുത്തു സാർ. ചേട്ടനറിയില്ല, പുറത്തു കുത്തി കഴിഞ്ഞാൽ അത് കമ്പനിക്കല്ലേ. കാശ് വെക്കേ, നമുക്ക് അടുത്ത കളി കളിച്ചു നോക്കാം. വയ്ക്കേ. എടാ, നിന്റെ പുറത്ത് കാര്യമായിട്ട് കുത്താൻ തന്നെ ഞങ്ങള് വന്നത്. എന്നെ മനസ്സിലായോടാ? ഇല്ല. നിന്റെ ഫ്രണ്ടില്ലേ നേരത്തെ പറഞ്ഞ ബ്രൂസ്ലി? നീ കുടുങ്ങിയടാ, ഇനി നിനക്ക് രക്ഷയില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സമ്മതിച്ചിരിക്കുന്നു സാർ, സമ്മതിച്ചിരിക്കുന്നു. നീ അല്ലേ മുമ്പ് പറഞ്ഞത് ഈ ബുദ്ധി ഈ ബുദ്ധി എന്ന് പറയുന്നത് കിഡ്നി ഇല്ലാത്തതുകൊണ്ടാണെന്നല്ലേ നീ പറഞ്ഞത്? സാറേ, ഇപ്പൊ എന്റെ ആ കിഡ്നി എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു സാർ. മുമ്പിരുന്ന സാറന്മാർക്കൊന്നും ഈ കിഡ്നി ഇല്ലായിരുന്നു, അതുകൊണ്ട് അവരെ പിടിക്കാൻ പറ്റാഞ്ഞ്. ഇവിടെ നിന്ന് ആണുങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി തിരിക്കുത്താൻ വരരുത്, മനസ്സിലായോ? ശരി. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബാല? സമ്മതിച്ചു സാറേ, സമ്മതിച്ചു. നേരത്തെ ഇരുന്നവന്മാർക്കൊന്നും ഒരു വിവരമില്ലായിരുന്നു, മണ്ടന്മാര്. ഞാൻ അവരോടൊപ്പം അതുകൊണ്ടല്ലേ അവരെ പിടിക്കാൻ പറ്റാ. എനിക്ക് നിൽക്കാൻ അറിഞ്ഞൂടാ. ഇങ്ങോട്ട് പോ. ഇനി ഇതിനകത്തോട്ട് പിടിക്കാം. ഇതെന്താണ് മുഴുവൻ ഗോളാണല്ലോ ഇവിടെ. ഇവിടുന്നാണ് ഗോളാന്തര വാർത്തകൾ പോണത്. വേണ്ട, നീ മര്യാദക്ക് കീഴടങ്ങും. എടാ ബാല, എടാ പിടിക്കടാ. ഇങ്ങോട്ട് ഓടിക്കാൻ നിൽക്കടാ. കിട്ടിപ്പോയി. കിട്ടിയല്ലോ. അവന്റെ ഒരു ബ്രൂസിലി പാവങ്ങളെ ജീവിക്കാനും സമ്മതിക്കില്ല. കുത്തു, അറയ്ക്കാതെ മടിക്കാതെ കുത്തു സാർ. ചേട്ടനറിയില്ല, പുറത്തു കുത്തി കഴിഞ്ഞാൽ അത് കമ്പനിക്കല്ലേ. കാശ് വെക്കേ, നമുക്ക് അടുത്ത കളി കളിച്ചു നോക്കാം. വയ്ക്കേ. എടാ, നിന്റെ പുറത്ത് കാര്യമായിട്ട് കുത്താൻ തന്നെ ഞങ്ങള് വന്നത്. എന്നെ മനസ്സിലായോടാ? ഇല്ല. നിന്റെ ഫ്രണ്ടില്ലേ നേരത്തെ പറഞ്ഞ ബ്രൂസ്ലി? നീ കുടുങ്ങിയടാ, ഇനി നിനക്ക് രക്ഷയില്ല.